ഹലോ നമസ്കാരം, പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക ഉപ്പേരിയാണ്. കുക്കറിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ഒരു വലിയ പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത്, ഒരു മീഡിയം സൈസ് സവാള, എരിവില്ലാത്ത 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. കുക്കറിൽ ചെറുതാക്കി മുറിച്ച പാവയ്ക്ക കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വന്ന ശേഷം അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വെക്കാം. അതേസമയം നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് ഏകദേശം പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. രാവിലെ ഓഫീസിൽ പോകുന്ന അമ്മമാർക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പാചകം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പാചകം ഈസി ആക്കാനും എളുപ്പമാക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ കുക്കറിൽ കഴിയുന്നത് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പാചകം ഈസി ആക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ടിട്ടില്ല. ഇതിനകത്തേക്ക് കൈപ്പയ്ക്ക കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈപ്പയ്ക്ക കഷ്ണങ്ങളിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കരുതി കുഴപ്പമൊന്നുമില്ല. തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കൈപ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം. ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ ഈസി ആയിട്ടുള്ള കൈപ്പയ്ക്ക ഉപ്പേരി റെഡി.